വലിപ്പ ചെറുപ്പത്തിനെല്ലാം അപ്പുറത്ത് ഒരു മനുഷ്യന് വീടുണ്ടാവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഞാനുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദത്തെടുത്ത ഉത്തർപ്രദേശിലെ വാരാണസിയിലുള്ള ഗ്രാമത്തിലാണ്. ഈ ഗ്രാമത്തിൽ പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം നിർമ്മിച്ച ഒരു വീടാണിത്. ഈ വീടെന്ന് പറയുമ്പോൾ ഈ വലിപ്പം കണ്ടില്ലേ? ഈ വലിപ്പം കാണുമ്പോൾ നമ്മൾ കരുതിയത് ഒരു വീടാണെന്ന്. ഒരു വീടല്ല, ഇത് 2 വീടാണ്. ഇത് ബസാമൻജിയുടെ വീടാണ്. ഇത് മമതാജിയുടെ വീടാണ്. നമുക്ക് നാട്ടില് 4 ലക്ഷം രൂപയാണല്ലോ ലൈഫ് പദ്ധതി പ്രകാരം വീടെടുക്കാൻ വേണ്ടി ലഭിക്കുന്നത്. ഇവിടെ എത്ര രൂപയാണ്? ഇവിടുത്തെ സൗകര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. ദീദി ആദ്യാജോ ഇതാണ് ഈ വീടിന്റെ നമ്മൾ കയറി വരുന്ന ഭാഗത്തെ ഒരു ഹാളെന്ന് പറയാം. നേരെ വരുന്നത് ഈ പടികളുള്ള സ്ഥലത്തേക്കാണ്. ഓ ദീദി, നമ്മൾ വരുമ്പോ ഈ സാധനങ്ങളൊക്കെ ദീദി എടുത്ത് മാറ്റിയതാണ്. ഇതാണ് ഈ വീട്ടിലെ ഏക മുറി. ആ മുറി തന്നെയാണ് അവര് ഗ്യാസ് ഒക്കെ വെച്ചിട്ടുള്ളത്. ഉജ്ജ്വല യോജനക്ക ഗ്യാസ് नहीं, ये पैसे से किने हैं, सरकारी योजना नहीं है। 2.5 लाख मिला था, 3 लाख अपना लगाए हैं, तो 5 लाख पूरा मेरा लगा है. 2.5 ലക്ഷം രൂപയാണ് സർക്കാർ ഈ വീട് ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്തത്. 3 ലക്ഷം രൂപ കൂടി അവർ കയ്യിൽ നിന്നിട്ടാണ് ഇത്തരം സൗകര്യത്തിൽ ഈ വീടാക്കിയത്. അതായത് ഒരു മുറി, ഒരു ഹാള്, അടുക്കളയില്ല. അവിടെ ആ റൂമിൽ തന്നെയാണ് അവര് അടുപ്പ് വെച്ചിട്ടുള്ളത്. ഇതാണ് അവരുടെ ബാത്റൂം. ഡോർ നെയ്യേ